ഹലോ മക്കളെ, പുതിയ അപ്ഡേറ്റിന് വേണ്ടി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. SSLCയിൽ ഇനി മുതൽ 25% സിലബസ് കുറവേ പഠിക്കാനുണ്ടാവുള്ളൂ. പക്ഷേ ഇതിലെ ഒരു സന്തോഷ വാർത്ത ആവുമ്പോഴും ഇനി വരാൻ പോകുന്ന SSLC ബാച്ചുകൾക്ക് ഇതൊരു ഹാപ്പി ന്യൂസ് ആവുമ്പോഴും ഈ ഒരു വർഷത്തെ SSLC കുട്ടികൾക്ക് ഇത് തീരെ ഹാപ്പി ന്യൂസ് ആയിരിക്കില്ല. എന്ന് മാത്രമല്ല, ഒരു സെൻസിൽ നല്ലൊരു സെൻസിൽ ഇത് ഭയങ്കര അൺഫെയർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന് തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഇതിനെപ്പറ്റി ഞങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അഭിപ്രായം മാത്രമല്ല, ഇതിനൊരു സൊല്യൂഷൻ ഈ ഒരു വർഷത്തെ ബാച്ചിലെ കുട്ടികൾക്ക് ഇവിടെ ഒരു അനീതി ക്ലിയർ ആയിട്ട് നേരിടുന്നുണ്ട്. അതിൻ്റെ ഒരു സൊല്യൂഷനും കൂടെ ഞങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്കും ഫെയർ ആയിട്ട് തോന്നുകയാണ്. തീർച്ചയായും എല്ലാ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനും ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കാം. മക്കളെ, നിങ്ങളിത് മാക്സിമം ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വ്യൂ ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ട്, അത് അഗ്രി ചെയ്യുന്നുണ്ടെന്നും അത് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിൽ ആരെങ്കിലും എത്തുകയാണെങ്കിൽ നിങ്ങൾക്കും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങൾക്കും കൂടി ഫെയർ ആയിട്ടുള്ള നല്ല ജസ്റ്റിസ് ഉള്ളൊരു സൊല്യൂഷനാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ കണ്ടു നോക്ക്, എന്നിട്ട് ഷെയർ ചെയ്യുക, നിങ്ങളുടെ തോട്ട്സ് കമന്റും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ തീരുമാനത്തിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി കുറേ രീതിയിൽ നമ്മൾ ഇതിനോട് എഗ്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻ ദ സെൻസ്, ഒന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ SSLCയിലൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ഞാൻ ഫിസിക്സ്, അലൻ സാർ മാത്സും പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് അറിയാം. കാര്യം വളരെ നല്ലതാണ്, കുറേ പഠിക്കുമെങ്കിലും പക്ഷെ പല കാര്യങ്ങളും കുട്ടിയുടെ പെർസ്പെക്റ്റീവ് നിന്ന് കുട്ടി ആക്ച്വലി പഠിക്കുന്നൊന്നുമില്ല. കുട്ടി പരീക്ഷ ഉള്ളതുകൊണ്ടും പരീക്ഷയിൽ A+ കിട്ടേണ്ട ഒരു പ്രഷർ ഉള്ളതുകൊണ്ടും അങ്ങോട്ട് കഷ്ടപ്പെട്ട് എന്തൊക്കെയോ മഗ്ഗപ്പ് ചെയ്യാണ് അല്ലെ. പല കാര്യങ്ങളും ബൈഹാർട്ട് പഠിക്കുന്നു, മനസ്സിലാവാതെ പഠിക്കുന്നു. അങ്ങനെ ഒരു ഹാഫ് ബേക്ക് പഠനമേ റിയാലിറ്റിയിൽ ഒരു SSLCയിൽ നടക്കുന്നുള്ളൂ. നിങ്ങളുടെ അവസ്ഥയാണെങ്കിൽ നിങ്ങൾ എക്സാമിന്റെ തലേന്ന് പറ്റുന്ന അത്ര എങ്ങനെയൊക്കെയോ പഠിക്കുന്നു, എങ്ങനെയൊക്കെയോ എക്സാം പാസ്സാവാൻ നോക്കുന്നു. പക്ഷേ അതിൽ എത്ര തലേ കയറുന്നുണ്ട് എക്സാം കഴിഞ്ഞ ഒരു ദിവസം മറക്കും. അപ്പം ഇതൊരു ഇൻ എ ഗുഡ് ഡയറക്ഷൻ നല്ലതാണ്. ഈ കുട്ടികൾക്ക് പ്രഷർ കുറയ്ക്കാനും ആൻഡ് സിലബസിന്റെ എമൗണ്ട് കുറയ്ക്കുന്ന ഒരു രീതിയിൽ നോക്കുകയാണ് നല്ലതാണ്. പക്ഷെ അതേസമയം നമ്മൾ കൺസേൺഡ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് നിങ്ങൾ +1 +2 ഹയർ എഡ്യൂക്കേഷനൊക്കെ പോകുന്ന സമയത്ത്, പിന്നെ എൻട്രൻസ് എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്ന സമയത്ത്, ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫൗണ്ടേഷണൽ കാര്യമുണ്ട്. അത് ഫിസിക്സ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ബയോളജിയിലും എല്ലാ സബ്ജക്റ്റിലും ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരെടുത്ത് തട്ടിക്കളയാൻ പോവുകയാണെങ്കിൽ അങ്ങനത്തെ ഒന്നും ഇവർ ചെയ്യില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ആക്ച്വലി ഫ്യൂച്ചറിൽ ഈ SSLC കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. അത് ഭയങ്കര ഒരു ഓവർ എക്സ്പെരിമെന്റൽ രീതിയിൽ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അല്ലാത്തടത്തോളം, അതായത് എക്സ്ട്രാ കുറേ അനാവശ്യമായിട്ടുള്ള ഫാക്റ്റുകളില്ലേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരിക്കലും ആവശ്യമില്ലാത്ത, അത് ഒഴിവാക്കി കോറായിട്ടുള്ള ഫൗണ്ടേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ നിലനിർത്തുകയാണെങ്കിൽ അത് ആക്ച്വലി വളരെ നല്ലൊരു മൂവാണ്. നമുക്ക് കണ്ടറിയേണ്ടി വരും എന്തായിരിക്കും ചെയ്യാൻ പോകുന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനത്തെ ബ്ലണ്ടർ ഒന്നും കാണിക്കില്ല എന്നുള്ള അസംഷനിലാണ് നമ്മൾ നല്ലൊരു മൂവ് ആണെന്നുള്ള രീതിയിൽ പറയുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആക്ച്വലി ഓക്കെ, ഫ്യൂച്ചറിൽ ഇങ്ങനെ നല്ല രീതിയിലായി വരട്ടെ. പക്ഷേ അതേസമയം ഇങ്ങനെ ഒരു മാറ്റം പെട്ടെന്ന് ഇങ്ങനെ പുറത്ത് വന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ SSLC കുട്ടികൾക്ക് 25% പോർഷൻസ് അവർക്ക് ഓവർ ബേർഡൻ ആണ് എന്നല്ല ഇതിൻ്റെ ഒരു സത്യാവസ്ഥ. മാത്രമല്ല, പ്രത്യേകിച്ച് ഗിവൺ ഈ ഒരു വർഷമാണ് പുതിയ സിലബസ് വന്നത്. ടെക്സ്റ്റ് ബുക്കും പുതിയ സിലബസും വന്നു. മാത്രമല്ല, അതിന് പുറമെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണും വന്നത് ഈ വർഷമാണ്. IT-യിലെ പല പോർഷൻസും ആഡ് ചെയ്ത് ഈ വർഷമാണ്. എല്ലാ കാര്യങ്ങളും മാറ്റം സംഭവിച്ചത് ഒരൊറ്റ വർഷത്തിലാണെങ്കിൽ എങ്ങനെയാണ് തൊട്ടടുത്ത വർഷം തന്നെ അതിൽ 2-3% എന്നല്ല 25% കുറയ്ക്കാൻ പോവാണ്. മാറ്റാൻ പോവാന്നല്ല, ഒഴിവാക്കാൻ പോവാണ്, അല്ലെ കുറയ്ക്കാൻ പോവാന്ന് പറയുന്നത്. അത് ഇറ്റ്സ് ഈക്വൽ ടു സെയിം ഈ വർഷം നമ്മൾ വലിയൊരു മണ്ടത്തരം, നമ്മളെന്ന് പറഞ്ഞാൽ ഞങ്ങളല്ല, ഈ മൊത്തം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയ ആ ഒരു തീരുമാനങ്ങൾ, പുതിയ കരിക്കുലവും അതൊരു വലിയ ബ്ലണ്ടറാണ് എന്നല്ലേ അത് ക്ലിയർലി പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. അത് പോയിന്റ് നമ്പർ 1. ഇനി പോയിന്റ് നമ്പർ 2, നിങ്ങൾ കുട്ടികൾ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ആലോചിക്കുകയാണെങ്കിൽ നല്ല കാര്യം ഇവരത് ഐഡന്റിഫൈ ചെയ്ത്, പ്രോബ്ലം ഉണ്ട്, അവർ ഐഡന്റിഫൈ ചെയ്ത്, അവർ അക്നോളജ് ചെയ്തു, അവർ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, കുറയ്ക്കാൻ പ്ലാൻ ഉണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കുന്നത്, എനിക്ക് SSLCയിൽ ഓരോ കുട്ടി, നിങ്ങളുടെ ടീച്ചേഴ്സ് ആലോചിക്കുന്നത് ഇത് ശരിയാക്കാൻ അടുത്ത വർഷം പോകുന്നതിന് വരെ ഈ വർഷത്തെ തന്നെ ശരിയാക്കി കൂടെ എന്ന് ആലോചിക്കുക അല്ലേ. നിങ്ങൾക്ക് എക്സാമിന് ഇനിയും സമയമുണ്ട്, 1-2 മാസം ഉണ്ട്. ഓഫ്കോഴ്സ് പ്രിപ്പറേഷൻ, അതിന്റെ പേപ്പർ പ്രിപ്പറേഷൻ സമയം എടുക്കും. പക്ഷെ എന്നാലും ഇത് ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തു, ജാനുവരിയിൽ ഐഡന്റിഫൈ ചെയ്ത്, ഫെബ്രുവരിയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇനി ശരിയാക്കാൻ സമയമുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ശരിയാക്കി കൂടെ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. അതിനുള്ള സൊല്യൂഷനായിട്ട് ഞാൻ അപ്രോച്ച് ചെയ്യുന്നത്. സൊല്യൂഷൻ ഉണ്ട്. അപ്പൊ ഇതിന് സൊല്യൂഷൻ ഓബ്വിയസ്ലി എന്തായിരിക്കില്ല, ഈ വർഷത്തെ സിലബസ് ഇനി കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചാപ്റ്റേഴ്സ് കട്ട് ചെയ്യണം, എന്നിട്ട് പരീക്ഷ എടുത്തതെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നുള്ളത് നമുക്ക് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെയ്താൽ മതിയായിരിക്കും. പക്ഷേ ഓൺ എ വലിയ സ്കെയിൽ മക്കളെ അത് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കാരണം കുറെ കുട്ടികൾ സിലബസ് ഓൾറെഡി പഠിച്ചവരുണ്ട് നന്നായിട്ട്. അപ്പോൾ ഒരു സിലബസ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ചാപ്റ്റേഴ്സ് കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് അനീതിയായിരിക്കും. പക്ഷെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ ആക്ച്വലി എൻ്റെ വലിയ ഐഡിയ ഒന്നുമല്ല, നമ്മുടെ ഐഡിയ ഒന്നുമല്ല. ഇത് ഓൾറെഡി നമ്മുടെ കേരള ഗവൺമെൻറ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിന് മുൻപ് ചെയ്തൊരു കാര്യമാണ്. അതിൻ്റെ ഒരു വേരിയേഷൻ എങ്കിലും ഈ പ്രാവശ്യം ചെയ്യാൻ പറ്റേണ്ടതാണ്. അതാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് നമുക്കുള്ള റിക്വസ്റ്റ്. ക്ലിയർലി ഇവർ
അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് SSLC-കാർക്ക് എന്തായാലും പഠിക്കേണ്ടാത്ത കുറേ കാര്യങ്ങൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇനിയുള്ള വർഷങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ആ പഠിക്കേണ്ടാത്ത കാര്യങ്ങൾ എന്താണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത സ്ഥിതിക്ക് ആ കാര്യങ്ങൾ എക്സാമിൽ ചോദിക്കാതിരുന്നൂടെ? ഇനി അല്ലെങ്കിൽ എക്സാമിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്ത് പോയി, പബ്ലിക് എക്സാമിൽ എല്ലാം റെഡി ആക്കി പോയെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒരു ഫോക്കസ് ഏരിയ എന്ന രൂപത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ഈ 75% വരാൻ പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നേരത്തെ പറഞ്ഞു തന്നാൽ ഈ കുട്ടികൾക്കും ഈ വർഷം ഈ പുതിയ സിലബസിൽ പഠിക്കുന്ന കുറച്ച് കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ പഠിക്കുന്നത്, ആ കുട്ടികൾക്കും അതൊരു സൊല്യൂഷനാണ്. ആ സൊല്യൂഷൻ ക്ലിയർലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ പബ്ലിഷ് ചെയ്ത ഇൻസ്റ്റഗ്രാം റീലിലും ഞാനത് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്ന കാര്യമില്ല. ഇതിനു മുമ്പും ഗവൺമെൻറ് കൊണ്ടുവരിക മാത്രമല്ല അതിനെ കാര്യമായിട്ട് മന്ത്രി വരെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സ് അതിനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നപ്പം ടീച്ചേഴ്സിന് അതിന് നന്നായ റീസൺ ഉണ്ടായിരുന്നു. അത് എന്താ ഞാൻ പറഞ്ഞുതരാം. അത് കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ മന്ത്രി തന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ പാടില്ല, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അതേ കാര്യം തന്നെ ഈ വർഷം ഈസിലി ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നുള്ളൂ. നിങ്ങൾ ഇതിനോട് അഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും ഫോക്കസ് ഏരിയ എന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ഇൻസ്റ്റഗ്രാം റീലിലും കമൻറ്റ് ചെയ്യുക, അത് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇത് കമൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇതെല്ലാവരിലേക്ക് എത്തിയാലേ, ടീച്ചേഴ്സിലേക്കും നിങ്ങളുടെ മാക്സിമം സ്റ്റുഡൻസിലേക്കും അവരുടെ പേരൻസിലേക്ക് എത്തിയാലേ ഈ കമൻറ്റ് ചെയ്യുന്നതിൽ എന്തൊരു ഗുണം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി ഫോക്കസ് ഏരിയയുടെ കാര്യം പറയണം. വളരെ സിമ്പിളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്താണ്, ജസ്റ്റ് ആ ടോപ്പിക്സ് പറയുക. എന്നിട്ട് ആ ടോപ്പിക്സ് മാത്രം പഠിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുന്നല്ല. ആ ടോപ്പിക്സ് പഠിച്ചാൽ ഒരു A ഗ്രേഡ് അല്ലെ A+, ഒരു 80% മാർക്കിൻ്റെ കാര്യങ്ങൾ ആ ടോപ്പിക്സ് നിന്നാണ് വരുന്നതെങ്കിൽ അത് കുട്ടികൾക്ക് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. എന്ന് മാത്രമല്ല അത് ഫെയർ ആയിട്ടുള്ള കാര്യമായിരിക്കും. അത് ഇപ്പൊ ഇവര് സിലബസ് കട്ട് ചെയ്തത് നിങ്ങളുടെ പ്രഷർ കുറയ്ക്കാനാണെങ്കിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത വർഷം മുതലേ ഇപ്പോഴേ നിങ്ങളെ ഹെൽപ്പ് ചെയ്യട്ടെ. പിന്നെ സിലബസ് കുറച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പഠിത്തം നിങ്ങളുടെ ഫ്യൂച്ചർ ഭയങ്കരമായിട്ട് മാറാമെന്നില്ല. 25% കുറയ്ക്കുക അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെ മറ്റേത് ഫോക്കസ് ചെയ്താൽ നല്ല മാർക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ആ പഠിക്കുന്ന സാധനം നന്നായിട്ട് പഠിച്ചുകൂടെ? ഞാൻ ഒരു ആസ് എ മാത്സ് ടീച്ചർ ഞാൻ പറയുകയാണെങ്കിൽ മക്കളെ 25% എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു 3 ചാപ്റ്റർ SSLC മാത്സിന് ഒഴിവായി കിട്ടുക. ഒരു 3 ചാപ്റ്റർ SSLC ഒഴിവായി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബിഗ് റിലീഫ്. ഭയങ്കര സമാധാനം ഉണ്ടാവും. പക്ഷെ ആ റിലീഫ് നെക്സ്റ്റ് ഇയറിലെ കുട്ടികൾക്ക് കിട്ടുള്ളൂ, നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ നമുക്ക് ഇപ്പോൾ ഉള്ള കറന്റ് പ്രശ്നം. ആൻഡ് മാത്സിന് മാത്രമല്ല, ഫിസിക്സിലും 1-2 ചാപ്റ്റർ കുറയും, ബയോളജിയിലും കുറയും, സോഷ്യലിലൊക്കെ ഇത്രയും ചാപ്റ്റർ ഉള്ളപ്പോൾ 2-3 ചാപ്റ്റർ കുറയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഗോളാണ്. അത് അടുത്ത വർഷം കിട്ടുവാണെങ്കിൽ വൈ നോട്ട് നിങ്ങൾക്ക് കിട്ടിയെന്നുള്ള ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിൻ്റെ ഒരു സൊല്യൂഷൻ കേരള ഗവൺമെന്റിനെ പണ്ട് പ്രപ്പോസ് ചെയ്ത സിമ്പിൾ ഐഡിയ ആണ് ഫോക്കസ് ഏരിയ. ആ സെയിം സൊല്യൂഷനാണ് ഞങ്ങളും റിക്വസ്റ്റ് ചെയ്യുന്നത് ഗവൺമെന്റിനോട്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിനോട്. നിങ്ങളും അതിനെ അഗ്രി ചെയ്യുന്നുണ്ട് തീർച്ചയായും കമന്റ് ബോക്സിൽ ഫോക്കസ് ഏരിയ എന്ന് പറയുക. ഇനി അതല്ല വേറെ എന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങളുടെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും അതും പറയുക. ഇനി ഒരു കാര്യം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഈ ഫോക്കസ് ഏരിയ എന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടോ ഇത് ഷെയർ ചെയ്തുകൊണ്ടോ ചിലപ്പം ഇതിൽ മാറ്റങ്ങളൊന്നും നടക്കണമെന്നില്ല. അങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ കാരണം മൊത്തം ഈ ഒരു കേരളത്തിലെ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന സിലബസിൻ്റെ തീരുമാനങ്ങൾ മാറുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഉണ്ടെങ്കിൽ വളരെ നല്ലത്. പക്ഷേ ഒരു സൊല്യൂഷൻ അപ്പോഴും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്നും നടന്നില്ലെങ്കിൽ പോലും മിക്കവാറും ഈ വർഷത്തെ എക്സാം ഓവർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ചാൻസ് കാണുന്നില്ല. കാരണം ഇങ്ങനത്തെ മാറ്റങ്ങൾ ഈ ഒരു ഈസി ആക്കാൻ വേണ്ടിയുള്ള രീതിയിലാണ് ഗവൺമെൻറ് നെക്സ്റ്റ് ഇയർ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഓബ്വിയസ്ലി അവർക്കൊരു ബേസിക് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, തീർച്ചയായും നിങ്ങൾക്കും ആ ഒരു ബെനിഫിറ്റ് ഇൻഡയറക്ട്ലി ഫോക്കസ് ചെയ്ത് തന്നില്ലെങ്കിൽ ഇൻഡയറക്ട്ലി എക്സാമിൽ തരാൻ ചാൻസ് വളരെ അധികമുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ എക്സാം സാമാന്യം ഈസി ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കുറയ്ക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ സമാധാനം നിങ്ങൾക്ക് കുറച്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ ക്രിസ്മസ് എക്സാമിലും പബ്ലിക് നമ്മുടെ മോഡലിൽ ഓൺ എക്സാമിലും കണ്ട രീതിയിൽ അത്രയും ടഫായിട്ട് വരാൻ ചാൻസ് ഇല്ല. പഠനം നിങ്ങൾ ഹൈ ലെവലിലായിരിക്കണം. പക്ഷേ ഞാൻ പറയുകയാണ് നിങ്ങൾ റിയാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി. ഇനി അതല്ലെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി ഞാൻ പറഞ്ഞുതരാം. ഈ വർഷം SSLC കുട്ടികൾക്ക് പുതിയ പാറ്റേൺ വന്നപ്പോഴും പുതിയ സിലബസ് വന്നപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഗവൺമെൻറ് നിങ്ങൾക്ക് വേണ്ടി SCERT 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഓരോ സബ്ജക്റ്റിനും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആൻസർ കീ ആയിട്ട് ഓൾറെഡി എല്ലാവർക്കും എത്തിച്ചിട്ടുണ്ട്. അത് എങ്കിലും ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അതിലെങ്കിലും അത് മാത്രമല്ല, അത് സ്പെഷ്യലായിട്ടൊന്നും അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചു വെച്ചേക്ക്. മിക്കവാറും എക്സാം ഈസി ആക്കിയില്ലെങ്കിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ കുറേ പോലെ അതേപോലെ ചോദിക്കാനൊക്കെ ഒരു ചാൻസ് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇതല്ലാതെ ഇതും ഫോക്കസ് ഏരിയ ഒന്നും അല്ലാതെ ഈ വർഷത്തെ കുട്ടികൾക്ക് ഫെയർ ആയിട്ട് ചെയ്യാൻ വേണ്ടി നീതി പുലർത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഗവൺമെൻറ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണ്. ആ ഒരു വിശ്വാസത്തോടു കൂടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. പഠനത്തിൻ്റെ കാര്യത്തിൽ ഒരു കാരണവശാലും നിങ്ങൾ ബാക്കോട്ട് പോകരുത്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ബാച്ചുകളിൽ നമ്മൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊരു ഡൈല്യൂഷൻ നമ്മൾ വരുത്താൻ പോകുന്നില്ല. എക്സാം ഈസി ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈസി ചോദ്യം അങ്ങനെ ഒന്നല്ല നമ്മൾ ചെയ്യാവുന്ന എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കും. പക്ഷേ നിങ്ങൾ
പേടിക്കണ്ട എന്നൊരൊറ്റ കാര്യം പറയാനുള്ളൂ. പ്രിപ്പറേഷൻ നമ്മൾ ഈ ഇപ്പോഴത്തെ എക്സാം ടഫ് ആവുന്നുള്ള ട്രെൻഡിൽ പോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷേ സമാധാനത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഒരു ഹോപ്പിന് വേണ്ടിയിട്ട് നമുക്ക് എക്സാം ഈസി ആവുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൊല്യൂഷൻ കിട്ടുന്ന പ്രതീക്ഷ. അപ്പോൾ പഠിത്തം നമ്മൾ കണ്ടിന്യൂ ചെയ്യും, നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യും, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നത് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ അവസാനിക്കാൻ ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് താൽക്കാലികമായിട്ട് ഒരു സൊല്യൂഷൻ ഫോക്കസ് ഏരിയ ഈ വർഷമെങ്കിലും കൊണ്ടുവരാമെന്നാണ്. ഇതിനർത്ഥം ഇനി അങ്ങോട്ട് എല്ലാ വർഷങ്ങളും ഫോക്കസ് ഏരിയ കൊണ്ടുവരണം എന്നല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്ന റിക്വസ്റ്റ്. ഈ ഒരു വർഷം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ള സ്ഥിതിക്ക് ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടെമ്പററി സൊല്യൂഷൻ. അടുത്ത വർഷം എന്തായാലും ഗവൺമെന്റ് ഓൾറെഡി സൊല്യൂഷൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും. നിങ്ങൾ എഗ്രി ചെയ്യുന്നു വിചാരിക്കുന്നു. കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായം. എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് കാണാം, ഇനി നമുക്ക് പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.